തോട്ടട ITIയിൽ നടന്നത് SFIയുടെ പ്രതിരോധം മാത്രമെന്ന് സംസ്ഥാന സെക്രട്ടറി PM മാർഷോ. ITIയിലെ സംഘർഷം പ്രതിപക്ഷ നേതാവിന്റെ തിരക്കഥയാണ്. സംഘർഷത്തിന് മുമ്പ് KSUക്കാർ പ്രതിപക്ഷ നേതാവുമായി ഗൂഢാലോചന നടത്തിയെന്നും മാർഷോ കണ്ണൂരിൽ പറഞ്ഞു. ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് അക്രമം അഴിച്ചുവിടാൻ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഒത്താശയോടെ KSU ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുകയാണെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PM മാർഷോ പറഞ്ഞു. കണ്ണൂർ ITIയിൽ കാലങ്ങളായി സമാധാന അന്തരീക്ഷം നിലനിന്നു പോകുന്ന ക്യാമ്പസാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ബുധനാഴ്ച കണ്ണൂരിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ കണ്ട ശേഷമാണ് KSU നേതാക്കൾ ITIയിൽ സംഘർഷമുണ്ടാക്കിയത്. ഇന്നലെ കണ്ണൂർ ജില്ലയിൽ എത്തിയിട്ടുള്ള പ്രതിപക്ഷ നേതാവിന്റെ അനുവാദത്തോടു കൂടി തന്നെ ഇന്നലെ വൈകുന്നേരം അദ്ദേഹത്തിന്റെ പ്രസ് മീറ്റ് കവർ ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും നിങ്ങളൊക്കെ. അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിൽ തന്നെ സൂചിപ്പിച്ചു, അദ്ദേഹത്തെ കണ്ടതിന് ശേഷമാണ് യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും ഭാരവാഹികൾ ക്രിമിനൽ സംഘങ്ങളോടൊപ്പം ITIയിലേക്ക് പോയിട്ടുള്ളത്. അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തിന്റെ അനുവാദത്തോടു കൂടി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആഹ്വാനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് കണ്ണൂർ ITIക്കകത്ത് ഇന്നലെ സംഘർഷമായിട്ടുള്ളത്. കണ്ണൂരിലെ കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ മറച്ചുവെക്കാനാണ് ഈ അക്രമം KSU അഴിച്ചുവിട്ടതെന്നും മാർഷോ ആരോപിച്ചു. നമുക്കറിയാം, ഈ ദിവസങ്ങളിൽ കണ്ണൂർ ജില്ലയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്ത് നിലനിൽക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങളിൽ അത് അതിരുവിട്ട് തെരുവിൽ തമ്മിലടി എന്നുള്ള നിലയിലേക്ക് എത്തി നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ഈ സാഹചര്യത്തിൽ അതിനെ മറയ്ക്കുന്നതിന് വേണ്ടിയും അതിനെ മറികടക്കുന്നതിന് വേണ്ടിയും പ്രതിപക്ഷ നേതാവ് തയ്യാറാക്കിയിട്ടുള്ള തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ കണ്ണൂർ ITIക്കകത്ത് സംഘർഷം ഉണ്ടായിട്ടുള്ളത്. ക്യാമ്പസിൽ സംഘർഷം ഉണ്ടാക്കരുത് എന്നാണ് SFI നിലപാട്. അത് തകർത്താലും മാധ്യമങ്ങൾ ഏകപക്ഷീയമായി ഒപ്പം നിൽക്കുമെന്ന് KSUവിനറിയാം. അതാണ് അവരുടെ ധൈര്യവും. ഞങ്ങളുടെ പ്രവർത്തകരെ ആക്രമിക്കുന്നതിന് വേണ്ടിയും തീരുമാനമെടുത്തത് നടപ്പിലാക്കിയാൽ ഇവർക്കുള്ള ധൈര്യം കേരളത്തിലെ മാധ്യമങ്ങളാകെ ഏകപക്ഷീയമായി അവർക്കൊപ്പം നിൽക്കുമെന്നുള്ളതാണ്. ഇന്നലെ നിങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ മാധ്യമ സ്ഥാപനങ്ങളെ സംബന്ധിച്ചും വളരെ ആസൂത്രിതമായി KSU ആവിഷ്കരിച്ചതാണ് സംഘർഷം എന്നുള്ള നിലയ്ക്ക് നല്ല ബോധ്യമുണ്ടായിട്ടും ഇന്നലെ ദൃശ്യമാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് വന്നത് SFI ഏകപക്ഷീയമായി ITIക്കകത്ത് ആക്രമണം അഴിച്ചുവിട്ടു എന്ന നിലയിലേക്കുള്ള വാർത്തയാണ്. അത് പോയ കാലത്ത് മുഴുവൻ കേരളത്തിലെ മാധ്യമങ്ങൾ KSUവിന് നൽകുന്ന പരിരക്ഷയാണ്, അതിൻ്റെ തുടർച്ചയാണ്. KSU ആവിഷ്കരിച്ചതാണ് ഈ സംഘർഷമെന്ന് മാധ്യമങ്ങൾക്ക് അറിഞ്ഞിട്ടും വാർത്ത വന്നത് SFIക്കെതിരാണ്. പ്രതിരോധിക്കുക എന്നത് മാത്രമാണ് SFIക്ക് മുന്നിലുള്ളത്. KSUവിന് ക്യാമ്പസിൽ പ്രവർത്തിക്കാൻ ഞങ്ങളുടെ അനുവാദം ആവശ്യമില്ല. ഒരു സംഘടനയുടെയും കൊടി നശിപ്പിക്കാൻ SFI തയ്യാറാവില്ല. തെരഞ്ഞെടുപ്പിന്റെ നോമിനേഷന്റെ തലേദിവസം സംഘർഷം ഉണ്ടാക്കാൻ SFI തയ്യാറാകുമോ എന്ന് ആലോചിച്ചാൽ മതി. SFI സ്ഥിരമായി ജയിക്കുന്ന ക്യാമ്പസാണ് കണ്ണൂർ ITI എന്നത് മറക്കരുതെന്നും PM മാർഷോ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.